ഞാൻ ഇനി പറയുന്ന കാര്യം ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് വിജയിച്ചാലോ അഥവാ പൊട്ടിയാലോ പൈസ ഉണ്ടാക്കുന്ന റിക്രൂട്ടറാണ് സിനിമ റിവ്യൂ ചെയ്യുന്നവർ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ അന്നം മുട്ടിച്ചോണ്ടാവരുത് ഒരു അഭിപ്രായം. ഞാൻ ആരുടെയും പക്ഷം നിന്ന് സംസാരിക്കുന്നതല്ല. ഒരു സിനിമ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനവും സ്വപ്നവുമാണ്. ഒരു സിനിമ റിലീസ് ചെയ്ത ഉടൻ തന്നെ നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന പലരും പിന്നോട്ട് പോകാൻ ഇടയുണ്ട്. അത് ആ സിനിമയുടെ സാമ്പത്തിക നഷ്ടത്തിന് വലിയൊരു കാരണമാണ്. ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഒരു ഫിലിം ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, എടാ ഫിലിം കണ്ടായിരുന്നു? അപ്പം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ഇന്ന ആളുടെ ഒരു റിവ്യൂ കണ്ടായിരുന്നു, മോശമെന്നാണ് പറഞ്ഞത്. ഞാൻ റിവ്യൂ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയപ്പോൾ ഓൾറെഡി 25,000 പേര് കണ്ടു. ഞാൻ ചിന്തിച്ചത് 25,000 പേരിൽ 10,000 പേര് എൻ്റെ ഫ്രണ്ടിനെ പോലെ കാണാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ടിക്കറ്റ് റേറ്റ് എത്രയാണ്? 150 പോയിട്ട് 130 വെച്ച് നമുക്ക് പിടിക്കാം. 130 × 10,000 എത്രയായി? 13 ലക്ഷം രൂപ. ഈ 13 ലക്ഷം രൂപ ആർക്ക് നഷ്ടമായി? GST വഴി ഗവൺമെന്റിന് കിട്ടേണ്ട പൈസയും മുടക്കിയ നിർമ്മാതാവിനും കിട്ടേണ്ട പൈസയാണ്. നാളൊരു ദിവസം ഈ നിർമ്മാതാക്കൾ സിനിമ പോലുള്ള റിസ്ക് എടുക്കാൻ മടിച്ചു കഴിഞ്ഞാൽ പുതിയ സിനിമകളുടെ എണ്ണമാണ് കുറയുന്നത്. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് റിവ്യൂ അല്ല, പകരം അപൂർണമായ വിവരങ്ങളാണ്. ഇനി ചോദ്യം നിങ്ങളോട്, ഒരു റിവ്യൂ കണ്ടിട്ട് കാണാതെ പോയ എത്ര സിനിമകളുണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ?